ഗുഡ് ഡേ ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലീനിയർ ബ്ലോക്ക് കോഡാണ്. അപ്പോൾ ലീനിയർ ബ്ലോക്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഹാമിംഗ് കോഡിന്റെ ജനറേഷൻ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. സോ ഓൾറെഡി ബേസിക്സ് ആയ നമുക്ക് ഒരു ബ്ലോക്ക് കോഡ് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. സോ ടോട്ടൽ സൈസ് ഓഫ് ദ ബ്ലോക്ക് കോഡ് ക്യാൻ ബി കൺസിഡർ ആസ് size n block with q as parity and k as message bits എന്ന് പറഞ്ഞ് കണ്ടു. ഇതെല്ലാം ബിറ്റ്സ് ആണ്. സോ n is actually the total size of that particular block code എന്ന് പറഞ്ഞു, which we can have that value that q plus k. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. So we are going to discuss about what is Hamming code. Before that, let's see what are the properties of these particular code words that is generated for the channel coding. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊരു കോഡ് വേർഡ് സം ചെയ്ത് നോക്കുകയാണെങ്കിൽ, രണ്ട് കോഡ് വേർഡ് സം ചെയ്ത് നോക്കുകയാണെങ്കിൽ കിട്ടുന്ന സമ്മും നമ്മൾ ഉണ്ടാക്കുന്ന കോഡ് വേർഡിലായിരിക്കും. പിന്നെ ഓൾവേസ് സീറോ കോഡ് വേർഡ് എന്തായാലും കാണും. അതായത് സ്റ്റാർട്ടിങ് എപ്പോഴും ഇപ്പോൾ എന്നിൻ്റെ സൈസ് 4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇത് നമ്മൾ എപ്പോഴും ഇതേപോലത്തെ ഒരു കോഡ് വേർഡ് കാണും. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. സീറോ വേർഡ് ഓൺലി കാണും. വേർഡ് അല്ലെങ്കിൽ കോഡ് വേർഡ് എന്നെല്ലാം മീൻ ചെയ്യുന്നത് അത് തന്നെയാണ്. പിന്നെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഹാമിംഗ് വെയിറ്റ് ഡിസ്കസ് ചെയ്തു. അത് W എന്ന് പറയും. അതേപോലെ തന്നെ ഹാമിംഗ് ഡിസ്റ്റൻസ് നോക്കി, അത് നമ്മൾ D എന്ന് പറഞ്ഞു. അതിന്റെ മിനിമം വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് D മിനിമം എന്ന് പറഞ്ഞു. ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു, അതിന്റെ കമ്പാരിസൺ പറഞ്ഞു, റിലേഷൻ പറഞ്ഞു. അതിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മൾ D മിനിമം എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ബി ഈക്വൽ ടു ദ വെയിറ്റ് വെൻ വി ആർ കമ്പയറിംഗ് എ നോൺ സീറോ കോഡ് വേർഡ് ആൻഡ് എ സീറോ കോഡ് വേർഡ്. ഒരു സീറോ കോഡ് വേർഡും ഒരു നോൺ സീറോ കോഡ് വേർഡും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന D എന്ന് പറയുന്നത് ഇറ്റ്സ് ദ വെയിറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ, ബിക്കോസ് ദ ഓൺലി ചേഞ്ച് പോസിബിൾ. കാരണം D കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ കോഡ് വേർഡ്സ് അല്ലേ, 0 എന്ന് 1 ആവുന്നത്, 1 എന്ന് 0 ആവുന്നത്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ട് ഇപ്പം നമ്മൾ അടുത്ത കോഡ് വേർഡ് എടുക്കുന്ന 0001 ആണെങ്കിൽ ഇത് ഓൺലി ചേഞ്ചസ് ദിസ്, ഈ ഒരു അവസാനത്തെ ബിറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. സോ ഇതിലുള്ള ചേഞ്ച് ഡിഫറൻസ് നോക്കും, ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 1. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് D ആൻഡ് W ക്യാൻ ബി ഈക്വൽ. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. സോ ഇത്രയാണ് ബേസിക് എന്താ പറയുന്നത് ഹാമിംഗ് കോഡിന്റെ അല്ലെങ്കിൽ നമ്മളൊരു കോഡ് വേർഡ്സിന്റെ അല്ലെങ്കിൽ ലീനിയർ കോഡ് വേർഡ്സിന്റെ പ്രോപ്പർട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ദിസ് ഇസ് ഓൾ പ്രോപ്പർട്ടീസ് ആർ ഇനഫ് ഫോർ കണ്ടീഷൻ ഓഫ് ലീനിയാരിറ്റി. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞത്. എല്ലാവർക്കും ഇത്ര ഓക്കെ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ റീകളക്ട് ചെയ്ത് വീണ്ടും പറഞ്ഞു. എന്നിന്റെ എന്ന് പറയുന്നത് k plus q ആണ്, വേർ n is the total number of bits or here the total size of the particular block code. ഇവിടെ എന്ന് പറഞ്ഞു ടോട്ടൽ സൈസ് ഓഫ് ദ ബ്ലോക്ക് കോഡ്. ആൻഡ് വെൻ യു ആർ കൺസിഡറിങ് ദിസ് സൈഡ്, ഇത് നമ്മൾ ഇത് മെസ്സേജ് ആണ്, ഇതെന്ന് പറയുന്നത് പാരിറ്റി ആണ്. ഓക്കെ, അല്ലെങ്കിൽ റിഡൻഡന്റ് ബിറ്റ്സ് ഫോർ എറർ കറക്ഷൻ. സോ ദ മെയിൻ ഐഡിയ ഓഫ് ലീനിയർ ബ്ലോക്ക് കോഡ് ഇസ് ടു ഹാവ് എ ചാനൽ കോഡ് ഫോർ എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ. അതാണ് നമ്മൾ മെയിൻ. അതാണ് ഞാൻ ഇവിടെ ചെറിയ സ്ഥലം വിളിച്ചു. ഇതിൽ നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാനും എററിനെ കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് കോഡിൻ്റെ ഫോർ ചാനൽ, ഒരു ചാനലിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ ചാനലിൽ ഒരു എറർ ഡിറ്റക്ഷൻ കറക്ഷൻ അങ്ങനെയാണ്. സോ ദാറ്റ് വെൻ വി ആർ ട്രാൻസ്മിറ്റിംഗ് എനി ഇൻഫർമേഷൻ ദാറ്റ് പെർട്ടിക്കുലർ ബിറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് ആൻഡ് ഇറ്റ് ഷുഡ് ഗെറ്റ് ദ എക്സാക്ട് അറ്റ് ദ റിസീവർ എൻഡിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് അതേ തന്നെ കിട്ടണം വിത്തൗട്ട് എനി ചേഞ്ച്. സോ മെയിൻ ഐഡിയ ഇസ് ടു റിമൂവ് ദ എറേഴ്സ്. അത് ബിറ്റ് ലെവലായിരിക്കും. ഓക്കെ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഒരു സെക്കൻഡ് ഡിസ്റ്റർബൻസ്. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും ലീനിയർ ബ്ലോക്ക് കോഡ്സ് ഏകദേശം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഈ ലീനിയർ കോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കുവാണെങ്കിൽ ആ കോഡ് ലീനിയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സം ഓഫ് എനി ടു കോഡ് വേർഡ്സ് ഓൾസോ പ്രൊഡ്യൂസ് അനദർ കോഡ്. അപ്പം നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞൊരു ടേമാണ് U ആൻഡ് V. ഈ രണ്ട് ടേം യൂസ് ചെയ്യും നമ്മൾ കോഡ് വേർഡിന്. ഇപ്പോൾ U എന്ന് പറയുന്നതിന് നമ്മൾ കൂടുതൽ ഇൻപുട്ടായിട്ടാണ് പറയുന്നത്, V എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ടായിട്ടാണ് പറയുന്നത്. അപ്പോൾ യൂഷ്വലി കോഡ് വേർഡ് എന്ന് പറയുമ്പം ചില ടെക്സ്റ്റ് ബുക്സിൽ വി ഡിനോട്ട് ഇറ്റ് ബൈ വിത്ത് V. ഓക്കെ, ആൻഡ് നമ്മൾ ചില ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ എൻകോഡറിൻ്റെ ഒരു ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് സൈഡിൽ U എന്നും പറയും, ഔട്ട്പുട്ട് സൈഡിൽ V എന്നും പറയും. ഇതൊരു ചെറിയ ഡിനോട്ടേഷനാണ്. ഇതൊരു സിസ്റ്റം, ഏതൊരു സിസ്റ്റമാണ്, ചാനൽ സിസ്റ്റം, ഏത് സിസ്റ്റം ആണെങ്കിലും അറിയാം. സോ ഇഫ് യു ആർ ഹാവിങ് V, അതിനെ നമ്മൾ സഫിക്സ് ആയിട്ട് അതിനെ നമ്മൾ I എന്ന് പറയും. വേർ I ക്യാൻ ബി എനി വാല്യൂ, 1 ആവാം, 2 ആവാം, 3 ആവാം, അക്കോർഡിംഗ് ടു ദ ഔട്ട്പുട്ട്സ് ദാറ്റ് വി ഹാവ്. അതാണ് നമ്മുടെ ഒരു ചെറിയ ഡിനോട്ടേഷൻ. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് രണ്ടിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത്, രണ്ട് സം എന്ന് പറയുന്നത്
എക്സോർ ആണ്. നിങ്ങൾക്ക് നേരത്തെ സംശയം തോന്നുന്ന ഈ സം എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി അഡിഷൻ ആണോ എക്സോർ ആണോ? പക്ഷേ ആക്ച്വലി വി നോ ദാറ്റ് ഇറ്റ്സ് ആൻ എക്സോർ അഡിഷൻ. എക്സോർ അഡിഷൻ ആകുമ്പോഴത്തേക്ക് എന്താണ്, സെയിം ആയിട്ട് വരുന്നത് 0 0 അല്ലെങ്കിൽ 1 1 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് നമ്മൾ എക്സോർ അഡിഷൻ. ബാക്കി എല്ലാത്ത ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിന് നമ്മൾ 1 ആയിട്ട് വരും. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഒരു ലീനിയറിൻ്റെ ഒരു പ്രോപ്പർട്ടി. അപ്പം സിസ്റ്റമാറ്റിക് ലീനിയർ കോഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബോത്ത് ദ ടോട്ടൽ സൈസ് n എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി k+q ആണ്. സോ വി ക്യാൻ ഹാവ് എ മെസ്സേജ് സിമ്പിൾ ദാറ്റ് വിൽ ബി അപ്പൻഡഡ് വിത്ത് ദ ചെക്ക് ബിറ്റ്സ് so that this message is exactly delivered, and with the help of this check bits or redundant bits we can check this message is reaching the receiver without no errors, so that we can check whether there are 4 errors in that particular message. അതാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനലിൽ ബോത്ത് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ഓഫ് ലീനിയർ ബ്ലോക്ക് കോഡ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജ് ചെക്ക് ബിറ്റ്സ് ഒക്കെ വെച്ച് കോഡ് ചെയ്തിട്ടാണ് നമ്മൾ എൻകോഡ് ചെയ്തിട്ടാണ് അയക്കുന്നത്. തിരിച്ച് അതേപോലെ സോ ആഡിങ് ചെക്ക് ബിറ്റ്സ് for a particular message symbol, for each message symbol is we can call that as an encoding, and decoding is actually getting this particular message bits, checking this message bits while checking the check bits queue, so that we get the actual message m. അപ്പോൾ അത് ഡീകോഡിങ് ചെയ്ത് ഈ ഒരു മെസ്സേജ് കിട്ടാനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻകോഡിങ് ഡീകോഡിങ് മനസ്സിലായെന്ന് തോന്നുന്നു. സോ മോസ്റ്റ് ആൻഡ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് there can be a question where you have to design an encoder or a decoder. അപ്പോൾ നമ്മൾ ഓൾറെഡി എൻകോഡ് ചെയ്ത ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ we need to decode that to get a particular message symbol, but mostly the question will be to design a particular encoder. അപ്പം അപ്പോൾ അതാണ് ഒരു ബേസിക് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ രീതിയിൽ വരുന്നത്. സോ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഐ ഹോപ്പ് ദിസ് ഇസ് ഓൾ ക്ലിയർ. നമ്മൾ മെയിൻ എൻകോഡറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം എടുത്തു കഴിഞ്ഞാലും പ്രോപ്പർ ട്രാൻസ്മിഷൻ ഓഫ് ബിറ്റ്സ് ഇസ് റിക്വയർഡ്. ഒരു ബിറ്റ് നമ്മൾ കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. സോ ആ ബിറ്റ്സിനെ നമ്മൾ കറക്റ്റായിട്ട് എൻകോഡ് ചെയ്ത് ചാനലിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ചാനലിൽ കൊടുക്കുന്ന ബിറ്റ്സ് ആണ്. അപ്പോൾ അത് ഓൾറെഡി സോഴ്സ് എൻകോഡിങ് കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ റിസീവറിലും ഈ ഒരു ബിറ്റ് ഇവിടെ 0 1 1 1 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ റിസീവർ എൻഡിലും നമുക്ക് കിട്ടുന്നത് 0 1 1 ആണ്. അപ്പോൾ അത് എൻഷുർ ചെയ്യുന്നത് ഈ ചെക്ക് ബിറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഈ ഒരു മെസ്സേജ് സിമ്പിൾ കൊടുക്കണം. അപ്പോൾ റിസീവറിൽ ഡീകോഡ് ചെയ്ത് സെയിം തന്നെ കിട്ടും. സോ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ക്യൂ ബിറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ടു എൻഷുർ ദാറ്റ് എറർ ഇസ് നോട്ട് ദെയർ. സോ ഈ എൻകോഡർ ആൻഡ് ഡീകോഡർ ഡസ് ദാറ്റ്. എൻകോഡർ ആൻഡ് ഡീകോഡർ ഡസ് ദിസ് സോർട്ട് ഓഫ്. അപ്പോൾ ആ എൻകോഡർ ഡിസൈനിങ് ആണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. സോ ഫോർ എനി ട്രാൻസ്മിഷൻ സിസ്റ്റം വി നീഡ് ടു ഹാവ് എ റിലയബിൾ ട്രാൻസ്മിഷൻ സിസ്റ്റം. ഒരു റിലയബിൾ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ ടു ഹാവ് എ റിലയബിൾ ട്രാൻസ്മിഷൻ ദർ ഷുഡ് ബി നോ എറേഴ്സ്. ടു ഹാവ് നോ എറേഴ്സ് വി നീഡ് ടു ഹാവ് some particular coding scheme to detect or correct a system, so that we example of that one is നമ്മളിപ്പോൾ പഠിച്ചത് ഈ കോഡിങ്, ചാനൽ കോഡിങ്. അതിലുള്ളതാണ് ബ്ലോക്ക് കോഡ്സ്, ലീനിയർ ബ്ലോക്ക് കോഡ്സ്, അതിൽ സിസ്റ്റമാറ്റിക് ലീനിയർ കോഡ്സ്, അതിൽ വരുന്നതാണ് ഹാമിംഗ് കോഡ്. സോ റിലയബിൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡിങ് ചെയ്യുന്നത്. സോ അതിനാണ് നമ്മൾ അടുത്ത എൻകോഡിങ്ങിൻ്റെ ഇത് കാണാൻ പോകുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ എന്തുകൊണ്ടാണ് എൻകോഡിങ്ങും ഈ ഒരു മോഡ്യൂളിൽ ഇപ്പോൾ പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Yes or no? Yes sir. Okay, thank you. അപ്പം ഇപ്പോൾ എൻകോഡിങ് നോക്കാം. ഇപ്പോൾ എൻകോഡിങ് നോക്കുമ്പോഴത്തേക്ക് ഓൾറെഡി വി നോ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ദ മെസ്സേജ് ആൻഡ് ദ ചെക്ക് ബിറ്റ്സ്, ആൻഡ് ദ ടോട്ടൽ സൈസ് ഇസ് n, ദ മെസ്സേജ് ഇസ് k ആൻഡ് ചെക്ക് ബിറ്റ്സ് ഇസ് q. സോ n is equal to k+q ആണെന്ന് അറിയാം. സോ ഇതിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ ദാറ്റ് ഐ ഹാവ് k ബിറ്റ്സ്, k മെസ്സേജ് ബിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ വി ക്യാൻ റൈറ്റ് m ആസ് m1 m2 അപ് ടു mk വരെ എഴുതാം. ആൻഡ് സിമിലർലി ഐ നോ ദർ ആർ ചെക്ക് ബിറ്റ്സ്, q ചെക്ക് ബിറ്റ്സ്. അപ്പം നമ്മൾ C1 തുടങ്ങുവാണെങ്കിൽ C1 to CQ വരെ വരും. സോ ഇതെല്ലാം ഒരുമിച്ച് അപ്പൻഡ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ടോട്ടൽ കോഡ് വേർഡ് അല്ലെങ്കിൽ കോഡ് വെക്ടർ എന്നും പറയാം. അപ്പോൾ കോഡ് വെക്ടറിന് ഞാനിവിടെ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കും. ഡിനോട്ടേഷൻസ് ആർ ഓൺലി യൂസ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഓർ ടു കൺവേ മീനിങ്. അപ്പോൾ അതിൽ ഏത് ലെറ്റർ യൂസ് ചെയ്താലും കറക്റ്റ് മീനിങ് കൺവേ ചെയ്താൽ മാത്രം മതി. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് വി ഓർ എക്സ്. സോ കോഡ് വെക്ടർ എക്സ് കണ്ടുപിടിക്കുന്നു. എന്നെ നമുക്കറിയാം ഓൾറെഡി k+q ആണെന്ന്.
സോ ക്യൂ ഇസ് ഈക്വൽ ടു n മൈനസ് കെ. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ വി വിൽ സേ ദാറ്റ്, അപ്പോൾ എന്തുകൊണ്ട് n മൈനസ് കെ ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വി നീഡ് ടു ഡിസൈൻ എ പെർട്ടിക്കുലർ എൻകോഡർ. സോ ആ എൻകോഡർ എന്ന് പറയുമ്പോഴത്തേക്ക്, സോറി ഫോർ ദാറ്റ്, കാണാൻ പറ്റുമോ? ഇപ്പോൾ എൻകോഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ ദാറ്റ് ഐ നീഡ് ടു ഡിസൈൻ എ 7,4 എൻകോഡർ എന്ന് പറയുന്നു. 7,4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് n,k എൻകോഡർ. അതിൻ്റെ മീനിങ് അങ്ങനെയാണ്. സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7ഉം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോ ക്യൂവിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 7 - 4 3 ആയിരിക്കും. അപ്പോൾ പാരിറ്റി എന്ന് പറയുന്നത് 3 ബിറ്റ്സ് ആണ്. അതേപോലെ മെസ്സേജ് എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കെ എത്രയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കോഡ് എക്സ് എന്ന് പറയുന്ന ഒരു കോഡ് വെക്ടർ എഴുതുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി, കെയുടെ വാല്യൂ 4 ആയതുകൊണ്ട് m1, m2, m3, m4 ദെൻ ഇറ്റ് ഈസ് അപ്പൻഡഡ് ബൈ വിത്ത് ക്യൂ. അതുകൊണ്ട് ഞാൻ 2 ഡോട്ട് ഇടുവാണ്. സോ ക്യൂ എന്ന് പറയുന്നതിന് പകരം ഞാൻ പറയുന്നത് C1, C2, C3. ഇതാണ് നമ്മളൊരു കോഡ് വെക്ടർ എഴുതുന്ന ഫോർമാറ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നമ്മൾ എന്തുകൊണ്ടാണ് എൻകോഡിങ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യന് വരുവാണെങ്കിലും എവിടെയെങ്കിലും പുറത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ വി നീഡ് ടു ഡിസൈൻ എ പെർട്ടിക്കുലർ എൻകോഡർ. സോ wherever you are going to design an encoder for a communication system, then you should ask what type of encoder you have to do. So a linear encoder ആവാം, convolution encoder ആവാം, അല്ലെങ്കിൽ ഹാമിങ് അതിലുള്ള എൻകോഡർ ആവാം, ഹാമിങ് യൂസ് ചെയ്തിട്ടുള്ള എൻകോഡർ ആവാം, ലീനിയർ ഇതാവാം. So we need to know, or we need to identify which type of that encoder is, and then we need to know what is the n value and the k value. If you all know these things, we can proceed for developing the encoder of a linear block code or any code that you are prescribed for that particular encoder design in your communication system. So ഇത് നമ്മൾ ചെയ്തു. ഇനി അടുത്ത വരുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are going to introduce a matrix. നമ്മൾ for any coding or encoding scheme we are going to do with a system in which we need to decode and encode system. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പുതിയൊരു ടേമാണ് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. മെട്രിക്സ് മോഡലാണ്, ഒരു മെട്രിക്സ് മോഡലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യമാണ് ഈ 2 കാര്യമുണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്. സോ ദിസ് ഈസ് ജനറേറ്റർ മെട്രിക്സ് ആൻഡ് ദിസ് ഈസ് ഇപ്പോൾ പറയുന്നില്ല, നമ്മൾ മെയിൻലി ഇപ്പോൾ നോക്കാൻ പോകുന്ന ഈ ജനറേറ്റർ മെട്രിക്സ് ആണ്. ഈ ജനറേറ്റർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആസ് ഒരു the name implies it is used to generate something. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ജനറേറ്റർ മെട്രിക്സ് ഇസ് യൂസ്ഡ് ടു, ഇതെല്ലാം മെട്രിക്സ് ആണ് യൂസ്ഡ് ടു എൻകോഡ് ഓർ ഇറ്റ് ക്യാൻ ബി യൂസ് ഇൻ എൻകോഡർ എന്ന് പറയാം. അതേപോലെ നമ്മൾ എച്ച് എന്ന് പറയുന്നത് അത് നമ്മൾ പറയുന്നത് പാരിറ്റി മെട്രിക്സ് ആണ്, പാരിറ്റി ജനറേറ്റർ മെട്രിക്സ്. ജസ്റ്റ് അത് പറയുന്നതിന് മുമ്പ് ഞാനിപ്പം ഈ ഒരു മെട്രിക്സ് ജനറേറ്റർ മെട്രിക്സ് എന്ന് പറയാം. then we need to have what is the relation between the parity and the message, അങ്ങനെയുള്ള രീതിയിലുള്ള ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു കോൺസെപ്റ്റ് ആണ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഞാനിത് തന്നെ കോപ്പി ചെയ്യാം സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ മീ ടു എക്സ്പ്ലെയിൻ ആസ് വെൽ. കാണാലോ എല്ലാവർക്കും? അതാ വലുതാക്കണോ? കാണാലോ അല്ലേ? കാണാവോ? കാണാം സാർ. ഓക്കെ, അപ്പം ജസ്റ്റ് പറയാൻ പോകുന്നത് ഇത് റിലേറ്റ് ചെയ്യണം. ഇവിടെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ലെറ്റ് മീ ചെക്ക്. എക്സ് എന്ന് പറയുന്ന ഓൾറെഡി അറിയാം, എന്താണ്? കോഡ് വെക്ടർ ആണ്. സോ കോഡ് വെക്ടർ ഇസ് റൈറ്റിംഗ് ഇൻ ടേംസ് ഓഫ് മെസ്സേജ് ആൻഡ് ജനറേറ്റർ മെട്രിക്സ് ജി എന്ന് പറയും. So how we are getting is, if we are already knowing what is m എന്ന് പറയുന്ന ഒരു മെസ്സേജ് സിമ്പിൾ നമുക്ക് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് ഒരു ജനറേറ്റർ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എക്സ് കിട്ടും. നമുക്ക് വേണ്ടതും എക്സ് ആണ്, ബിക്കോസ് ദാറ്റ് ഇസ് എ കോഡ് വെക്ടർ. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഹിയർ. നമ്മൾ ഇതെന്ന് പറയുന്നത് ഒരു 1 × k മെട്രിക്സ് ആണ്. അപ്പം ഒരു രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഇൻറ്റു കെ, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് കെ അല്ലേ? കെ ഇൻറ്റു സംതിങ് ആണല്ലോ, യെസ് ഓർ നോ? ഇപ്പം ഇത് 1 × k മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ സൈസ് എന്തായിരിക്കണം?
കെ ഇൻറ്റു സംതിങ് ആയിരിക്കണ്ടേ? ഈ കെയും ഒരുമിച്ചായിരിക്കണമല്ലോ. ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ് ദ നമ്പർ ഷുഡ് ബി ഈക്വൽ അല്ലേ? ഇവിടത്തുള്ള കോളം ഷുഡ് ബി ഈക്വൽ ടു ദിസ് നമ്പർ ഓഫ് റോസ്. സോ കെ ഇൻറ്റു എൻ എന്നാണ് പറയുന്നത് സൈസ് നോക്കുവാണെങ്കിൽ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഗോയിങ് ടു എക്കോ വരുന്നേ. Okay, if you are going to generate a code vector, we need to analyze or we need to know this message as well as the generator matrix. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ the size of this message will be 1 into k or 1 by k and the generator matrix will be k by n. ഈ രണ്ട് സൈസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ് 7,4 എന്ന് പറയുന്നത്. 7,4 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 7, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോ മെസ്സേജ് ഇസ് 4. സോ ഇത് നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് M1, M2, M3, M4. ഓക്കെ, ഇൻറ്റു നമ്മൾ ജനറേറ്റർ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ കെ ഇൻറ്റു എൻ ആണ്. കെ ഇൻറ്റു എൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എഴുതുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സൈസ്, എക്കോ വരുന്നുണ്ടേ, ഇറ്റ് ഷുഡ് ബി ഓഫ് സൈസ് 4 ഇൻറ്റു എൻ എന്ന് പറയുന്നത് കെ ആണ്. 4 ഇൻറ്റു 7 ആയിരിക്കണം. സോ ടോട്ടൽ ഇവിടെ എത്ര എലമെന്റ്സ് വരും? ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എലമെന്റ് മാത്രം എഴുതാണ്, G1 മാത്രം എഴുതുവാണെങ്കിൽ G11 ആണ് വരേണ്ടത്, G11 ആണ്. സോ G12 അങ്ങനെ എഴുതുവാണെങ്കിൽ അവസാനം ഇവിടെ വരും G17 വരെ വരും. അതേപോലെ തൊട്ട് താഴെ എടുത്ത് നോക്കുവാണെങ്കിൽ ടോട്ടൽ എത്ര റോസ് ആണ് വേണ്ടത്? 4 റോസ് ആണ് വരേണ്ടത്. സോ ഇറ്റ് ക്യാൻ ബി G21, G31, അതേപോലെ G41 വരും. ഇതെല്ലാം അവസാനം വരെ എന്ത് വരും? G47, ഇവിടെ G37, ഇവിടെ G27, എല്ലാം നടുക്കുള്ള വേരിയബിൾസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ ഈ ജനറേറ്റർ മെട്രിക്സ് ചിലപ്പം ഇറ്റ് ക്യാൻ ബി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ ഓർ ഇറ്റ് ക്യാൻ ബി ഗിവൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ മിക്കവാറും ഇറ്റ് വിൽ ബി എ ജനറേറ്റർ മെട്രിക്സ് ഇസ് ഗിവൺ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ JPM ഇസ് ഗിവൺ പറഞ്ഞ പോലെ എ ജനറേറ്റർ മെട്രിക്സ് ഇസ് ഗിവൺ ഫോർ എ 7,4 ലീനിയർ ബ്ലോക്ക് കോഡ്. ഫൈൻഡ് എക്സ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് വെക്ടർ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ കോഡ് വേർഡ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ വല്ലതും പറയുവാണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് റിലേഷൻ ടു ഡു ദാറ്റ്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മോഡൽ എന്ന് പറയുന്നത് മെട്രിക്സ് മോഡലാണ് ടു ഫൈൻഡ് ദിസ് എക്സ്. ക്ലിയർ ആയോ? ഓവറോൾ ജസ്റ്റ് ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ജനറേറ്റർ മെട്രിക്സ് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. സോ ഞാനിതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പറയാൻ പോകുന്ന ഈ ഒരു G. അപ്പോൾ ഇനി നിങ്ങൾ പറയേണ്ടത്, ഇപ്പം ഞാൻ ഈ ഒരു സംഭവം ഇല്ല എങ്കിൽ നിങ്ങൾക്കറിയാം മെസ്സേജ് ഇപ്പം X ഇസ് ഈക്വൽ ടു M ഇൻറ്റു G അല്ലേ? എമ്മിൻ്റെ സൈസ് എന്താ? ജീൻ്റെ സൈസ് എന്താണ്? നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ ഇക്വേഷൻസ് ഇതേപോലെ കഴിഞ്ഞാൽ മനസ്സിൽ ഈ സൈസും കാണണം. വൈ? ബിക്കോസ് നിങ്ങൾ തെറ്റിക്കാതിരിക്കാനാണ്. സോ ഇനി അടുത്തത് വാട്ട് ഇസ് ദിസ് G? ജനറേറ്റർ മെട്രിക്സ് എങ്ങനെ എഴുതാം? അപ്പോൾ അതിലിവിടെ ഓൾറെഡി പറയുന്നുണ്ട്. സോ G എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ കോമ്പിനേഷൻ ഓഫ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആൻഡ് പാരിറ്റി മെട്രിക്സ്. അപ്പോൾ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം, ഞാനിത് കോപ്പി ചെയ്യാം സോ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു റൈറ്റ് ഹിയർ. അപ്പം ഇത് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഐ ഹാവ് ദിസ് പർട്ടിക്കുലർ G, ക്വസ്റ്റ്യനിലോ ടെക്സ്റ്റ് ബുക്കിലോ ഇത് ചിലപ്പോൾ റിവേഴ്സ്ഡ് ആയിരിക്കും. ഇത് രണ്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. സോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അതേപോലെ തന്നെ എഴുതിയെടുക്കുക ചെയ്യുക. ബട്ട് ഇഫ് യു ആർ ഫോളോയിങ് ദിസ് വൺ, ഇഫ് യു ഡു ദാറ്റ്, കാരണം H എന്ന് പറയുന്നത് ഇതിൻ്റെ വേറെ രീതിയിലായിരിക്കും വരുന്നത്. ഇറ്റ് വിൽ ബി റിട്ടേൺ ആസ് P ആൻഡ് I. അപ്പോൾ ഇവിടെ IP ആയിട്ട് എഴുതുവാണെങ്കിൽ യു ഷുഡ് റൈറ്റ് P ആൻഡ് I ഇൻ ദ പാരിറ്റി ചെക്ക് മെട്രിക്സ്. ഇത് പാരിറ്റി ചെക്ക് മെട്രിക്സ്. ഓക്കെ ആണല്ലോ? ഈ Hൻ്റെ കാര്യം ഇപ്പോൾ ആലോചിക്കേണ്ട, അതിൽ കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. ഇപ്പോൾ G മാത്രം നോക്കുക. വൺസ് G ഈസ് ക്ലിയർ വി വിൽ ഗോ ഫോർ H. അപ്പം ജസ്റ്റ് ഒരു ഇക്വേഷൻ ബേസിസിലാണ്, ബട്ട് ഇറ്റ്സ് വെരി ഈസി ആൻഡ് സിമ്പിൾ. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ കോഡ് വെക്ടർ X, പ്രൊവൈഡിങ് ദാറ്റ് ഇഫ് വി നോ what is the encoder that we are going to use and what is the generator matrix which is given.
ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇഫ് ദി ജി ഇസ് ഗിവൻ, സോ ജി ഇസ് ഗിവൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി പോയി. ജി എന്ന് പറയുന്നത് വി ക്യാൻ റീറൈറ്റ് ദിസ് ജി ഇഫ് യു ആർ നോയിങ് ദ പി. ഇത് പറഞ്ഞാൽ പാരിറ്റി ചെക്ക് മെട്രിക്സ് ആണ്. സോ ക്വസ്റ്റ്യനിൽ ജി തന്നിരിക്കാം ഓർ എ പി വിൽ ബി ഗിവൺ. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ പി തന്നിരിക്കാം അല്ലെങ്കിൽ ജി ഡയറക്റ്റ് ആയിട്ട് തരാം. ആൻഡ് ഡെഫിനറ്റ്ലി ദേ വിൽ ഗിവ് വിച്ച് എൻകോഡർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ യൂസസ്. സോ ഇപ്പം ഞാൻ ഒരു പി, ഒരു എലമെൻ്റ്, ഒരു പ്രോബ്ലം, ഇത് ആദ്യം ഒരു ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ, ഒരു പ്രോബ്ലം ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രോബ്ലം വൈസ് ആയിട്ട് തന്നെ പറയാം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു നോ. ബട്ട് മീൻ വൈൽ യു ഷുഡ് നോ ദാറ്റ് ദ ജി സൈസ് is k by n and the p size that will be k by q എന്ന് ഓർത്ത് വെച്ചിരിക്കാം. or we are going to write, നമുക്കത് നോക്കാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അറിയാം ഒരു വലിയ മെട്രിക്സ് ആണ്, അതിൻ്റെ സൈസ് k by n ആണെന്ന് അറിയാം. k by n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ടോട്ടല് ജസ്റ്റ് ഇവിടെ നോക്കുമ്പം n വാല്യൂ കാണും, ഇവിടെ നോക്കുമ്പം k വാല്യൂ കാണും. ഇങ്ങനെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ k ഉണ്ട്, ഇവിടെ n ഉണ്ട്. എപ്പോഴും മെട്രിക്സിൽ അങ്ങനെ ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ എപ്പോഴും അങ്ങനെ വെച്ചത്, ഇത് ആദ്യം k and n. ഞാനെപ്പോഴും ഇങ്ങനെ ഓർക്കുന്നത്, ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് L പോലെ വരയ്ക്കും. സോ ദിസ് ഇസ് k, ദിസ് ഇസ് n. സോ ദിസ് ഇസ്, ഇപ്പോൾ ഇത് k n ആണെങ്കിൽ ഇത് പറയുകയാണെങ്കിൽ ദിസ് ഇസ് 4 and 7. ഇവിടെ 4 and 7 ഇങ്ങനെ ഓർത്ത് വെച്ചു. ഓർ you can have that same thing again. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഒരു സെക്ഷൻ ഇവിടെ വരുന്നത് നമുക്ക് എന്തായാലും ഇവിടെ k വരും അല്ലേ, ടോട്ടൽ k ആണ് വരുന്നത്. സോ ഫസ്റ്റ് വരുന്നത് നമ്മളൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാം 1 1 എന്നുള്ള രീതിയിലാണ് ഡയഗണൽ വരുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് k and k എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് വിൽ ബി i ഓഫ് k by k. അതായത് ഇത്ര ഒരു എലമെന്റ് k എലമെന്റ് ആയിരിക്കും ഉള്ളിൽ വരുന്നത്. എ മെട്രിക്സ് വിൽ ബി ദെയർ വിത്ത് സൈസ് i ഓഫ് k by k. അപ്പോൾ ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് എന്തായാലും ഈ സെയിം റോ എലമെന്റ്സ് ആണ് വരുന്നത്. സോ ദ റോ വിൽ ബി, ദ സൈസ് വിൽ ബി സെയിം ആസ് k. ബട്ട് ഇവിടെ ഓൾറെഡി k ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ഓൾറെഡി ഇത്രയും k യൂസ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ടോട്ടൽ n ആണ് വരുന്നത്. സോ നമ്മൾ ലോജിക്കലി നോക്കുമ്പം k പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു n അല്ലേ. അപ്പോൾ k പ്ലസ് ക്യൂ ആണെങ്കിൽ മാത്രമേ n ആവത്തുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, ഇതൊരു വലിയ ഹൈലൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന സൈസ് വിൽ ബി k by q and this will be the parity check matrix. So parity check matrix I already പറഞ്ഞു, it is k by 2, but you know what is the structure. So this is a general structure of a generator matrix which is used for encoding of a linear code or ham code. That is a case study we are going to use. So it is constituting two matrix which is appended together. First is the identity matrix I of k by k followed by a parity matrix k by q. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ഈ ഒരു സ്ട്രക്ചറാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഫോർത്ത് മോഡ്യൂൾ. ഒരു ഫോർത്ത് മോഡ്യൂളിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാനോ ഏത് ചെയ്യാനോ ദ ബേസിക് സ്ട്രക്ചർ ഓർ ആർക്കിടെക്ചർ ഓഫ് ജനറേറ്റർ മെട്രിക്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഇക്വേഷൻ ലൈക്ക് ദിസ്. k ഇസ് ഈക്വൽ ടു m ഇൻറ്റു ജി. സോ k എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം. എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ വി വിൽ ഗെറ്റ് 1 by n. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്തായിരിക്കും? 1 by n ആയിരിക്കും kയുടെ സൈസ്. സോ ഹിയർ to do this encoding we use or we take a mathematical model matrix to compute this x, m, g and everything. So this is a basic idea of generator matrix. ഇത് ക്ലിയർ ആയോ? ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞത് പറഞ്ഞാൽ ഈ ചെക്ക് വെക്ടർ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കൊന്നുണ്ട്. ചെക്ക് വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സി ആണെന്നല്ലേ. സി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാരിറ്റി ചെക്ക് മെട്രിക്സ് സി എന്ന് പറഞ്ഞാൽ. സോ ദ ചെക്ക് വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ സി എന്ന് പറഞ്ഞു. ദാറ്റ് വിൽ ബി ദ സൈസ് വിൽ ബി ക്യൂ ബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ടോട്ടൽ ക്യൂ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി C1 C2 അപ് ടു CQ ആണ്. സോ ഇതെന്ന് പറഞ്ഞൊരു മെട്രിക്സ് പോലെ എഴുതാം വിത്ത് സൈസ് 1 by q. ഇതാണ് ചെക്ക് വെക്ടർ. ഇപ്പൊ ചെക്ക് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ c ഇസ് ഈക്വൽ ടു mp ആണ്. നമ്മൾ x ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് mg എന്ന് പറഞ്ഞു. നൗ c ഇസ് ഈക്വൽ ടു mp വേർ p ഇസ് എ പാരിറ്റി മെട്രിക്സ്. പാരിറ്റി മെട്രിക്സിന്റെ സൈസ് എന്താണ്? k by q.
കെ ബൈ ക്യൂ ആണ് പാരിറ്റി മെട്രിക്സിൻ്റെ സൈസ്. സോ എമ്മിൻ്റെ സൈസ് എന്താണ് 1/k ആണ്. സോ സിയുടെ വാല്യൂ എന്തായി 1/q. അപ്പോൾ കറക്റ്റ് ആണല്ലോ, ഇക്വേഷനും കറക്റ്റാണ്. സെയിം ഇക്വേഷൻ കൺസിഡറിങ് x and m and g, but here we are using, instead of g, here we have p. അപ്പോൾ ക്വസ്റ്റ്യനിൽ പാരിറ്റി ചെക്ക് മെട്രിക്സ് ഓർ പാരിറ്റി ചെക്ക് അല്ല, പാരിറ്റി മെട്രിക്സ് ഇസ് ഗിവൺ ആൻഡ് വിത്ത് ദാറ്റ് വി ക്യാൻ കമ്പ്യൂട്ട് സി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുവാണെങ്കിൽ if you do that, m1 into p11 plus m2 into p12 plus അവസാനം mk into pk1, ഇങ്ങനെ നമ്മൾ ചെയ്തു വരുന്നത്. ബട്ട് വെൻ യു ആർ കൺസിഡറിങ് പ്ലസ് ഇസ് ഓൾവേസ് മോഡുലോ 2 അഡിഷൻ. മോഡുലോ 2 അഡിഷൻ വെച്ചിട്ടാണ് എല്ലാം ചെയ്തു പോകുന്നത്. അതാണ് ഈ ഇക്വേഷനിലെ താഴെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് എവർ ദ ലോജിക് ഇസ് വി ആർ റൈറ്റിംഗ് ഇറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇക്വേഷൻ. അപ്പോൾ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പാരിറ്റി ചെക്ക് മെട്രിക്സ്. അപ്പോൾ നേരത്തെ നമ്മൾ പി കണ്ടു, അത് വെച്ച് ജി എഴുതാൻ മനസ്സിലാക്കി. ജി വെച്ച് തന്നെ നമുക്ക് എക്സ് എഴുതാൻ പറ്റി. അതേപോലെ തന്നെ നമുക്ക് ചെക്ക് ബിറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ, ചെക്ക് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ അത് നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഇസ് സി. ആ സീനെ നമുക്ക് എത്ര ബിറ്റ്സ് ഉണ്ട്, ക്യൂ ബിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അത് സോ ദ സൈസ് ഇസ് 1/q. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു നോ ദ പാരിറ്റി ചെക്ക് മെട്രിക്സ്. ഇപ്പോൾ പാരിറ്റി ചെക്ക് മെട്രിക്സ് ആയ എച്ചിൻ്റെ കുറിച്ചിട്ടാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. സോ അത് ഞാൻ ജസ്റ്റ് ഇവിടെ കോപ്പിയും കൂടെ ചെയ്യാം. എല്ലാവരും ഉണ്ടോ? ഇതുവരെയുള്ള എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ ഉള്ളത് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ് സാർ. ഓക്കെ, ശരി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്താ വെച്ചൊന്ന് പറയാൻ പറ്റുമോ നോക്കാം. പറ്റുമെങ്കിൽ ഈ സൈഡ് നോക്കാതെ പറ്റുമെങ്കിൽ ഒന്ന് പറയാൻ നോക്കുക. സോ ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ലോജിക്. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് ഇസ് ഈക്വൽ ടു എം ജി ആണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താണ് സി ഇസ് ഈക്വൽ ടു എം പി എന്ന് പറഞ്ഞു. പി എന്ന് പറഞ്ഞ എന്താണ്, പാരിറ്റി മെട്രിക്സ്. അപ്പോൾ സിമിലർലി നമുക്ക് എന്താണ് പാരിറ്റി ചെക്ക് മെട്രിക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് എ. ഇതാണ് നമ്മുടെ മെയിൻ. അപ്പോൾ അതിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബേസിക് ഫോം എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ജി ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ഐ ആൻഡ് പി എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഐ ആൻഡ് പി എന്ന് പറഞ്ഞൊരു മെട്രിക്സിൽ അപ്പൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. വേർ ഐൻ്റെ സൈസ് എന്താണ് എപ്പോഴും ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് എഴുതി വിട്ടേക്കുക. സോ ദാറ്റ് യു നോ ഇറ്റ്. ആൻഡ് പിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, ഇവിടെ കെ ആയതുകൊണ്ട് ഇവിടെയും എന്തായിരിക്കും, കെ ആയിരിക്കും. കെ ആൻഡ് ക്യൂ അല്ലേ? കെ ആൻഡ് ക്യൂ ആണ് വന്നത്. സോ ഇവിടെ നമ്മൾ എച്ച് എഴുതുമ്പോഴത്തേക്ക് വേറെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിട്ടൺ എസ്, ഞാൻ നേരത്തെ പറഞ്ഞു പി ആൻഡ് ഐ എന്ന് പറഞ്ഞു. ബട്ട് മെയിൻ ഡിഫറൻസ് ഇസ് ദിസ് പി ഈസ് ദ ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ നമ്മൾ പി എന്ന് പറയുന്നത് എന്തായിരുന്നു, കെ ബൈ ക്യൂ എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ട്രാൻസ്പോസ് വരുമ്പോഴത്തേക്ക് എന്താവും, ക്യൂ ബൈ കെ ആവും. യെസ് ഓർ നോ? എഗ്രി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ എച്ച് എന്ന് പറഞ്ഞ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പാരിറ്റി മെട്രിക്സ്, ബട്ട് ഇറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഓഫ് ദ പാരിറ്റി മെട്രിക്സ്. We already know that by learning from G or generator matrix is that we have both matrices inside. എന്താണ്, ഒരു ഐഡന്റിറ്റി മെട്രിക്സും ഉണ്ട്, ഒരു പാരിറ്റി മെട്രിക്സ് ഉണ്ട്. പാരിറ്റി മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് കെ ബൈ ക്യൂ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത്രയാണ് നമ്മൾ നേരത്തെ അറിഞ്ഞത്, കെ ബൈ ക്യൂ ആണെന്ന് അറിയാം. സോ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഹാവ് ക്യൂ ബൈ കെ. ആൻഡ് ഇവിടെ കെ ആണ്. സോ നമ്മളൊരു മെട്രിക്സ് പോലെ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും എന്ന് പറയുന്നത് ക്യൂ ആണ്. ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ അവസാനം കിട്ടുന്നത് എൻ ആണ്. സോ ഇതിൻ്റെ സൈസ് എൻ ആണെന്ന് അറിയാം. സോ അതുകൊണ്ട് ബാക്കി എത്ര വരും, ഇവിടെ ഓൾറെഡി നമ്മൾ ഇത്രയും നമ്മൾ ഓൾറെഡി കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി റിമൈനിങ് ക്യൂ ആണ് വരുന്നത്. സോ അവിടെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് എഴുതുമ്പോൾ നമുക്ക് എന്താ എഴുതാം, ഇറ്റ് വിൽ ബി ക്യൂ ബൈ ക്യൂ. നേരത്തെ ഇവിടെ കെ ബൈ കെ ആണ് വന്നത്, ഇവിടെ സൈസ് എന്തായി, ക്യൂ ബൈ ക്യൂ ആണ്. ഇത് നമ്മൾ അപ്പൻഡ് ചെയ്തിട്ടാണ് എഴുതുന്നത്. സോ ദാറ്റ് വെൻ യു ആർ ആഡിങ് ദിസ് ഫസ്റ്റ് പാരിറ്റി പ്ലസ് ദിസ് ഐഡന്റിറ്റി മെട്രിക്സ് ദ ടോട്ടൽ വിൽ ബി എൻ. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഇവിടെ ക്യൂ ഇത് ഇത്രയുണ്ട്, ഇവിടെ ഇത്രയും കെ എന്ന് പറഞ്ഞുണ്ട്. അതേപോലെ ഇവിടെ എത്ര വേണം, ക്യൂവും കൂടെ വന്നാലേ നമുക്ക് ഇവിടെ ടോട്ടൽ എൻ വരാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണോ? സോ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, ആർക്ക് പറയാൻ പറ്റും? പി ട്രാൻസ്പോസ് എന്താണ്?
ഈ ട്രാൻസ്പോസ് എന്താണ്? ആർക്കും പറയുന്നില്ലേ? കെ ബൈ ക്യൂ ആണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഞാനിവിടെ റബ്ബർ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോഴെങ്കിലും പറഞ്ഞൂടെ യെസ് ആണെന്ന്. ഇത് ആരും ഇല്ലാത്തതുകൊണ്ടാണ്. അതാ നോ ആണെന്ന്. ഇവിടെ റബ്ബർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാരിറ്റി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, ട്രാൻസ്പോസ് അല്ലേ. അപ്പം അതെന്താണ്? ക്യൂ ബൈ കെ ആണ്. പിന്നെ കെ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തു, അപ്പോൾ ടോട്ടൽ എൻ വരണം. അപ്പോൾ ആണെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു കെ പ്ലസ് ക്യൂ ആണെന്നറിയാം. സോ ഇവിടുത്തെ ഐഡന്റിറ്റി മെട്രിക്സിലെ സൈസ് എന്താണ്? ക്യൂ ബൈ ക്യൂ. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഞാനൊരു പ്രോബ്ലം ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അതിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം രീതിയിൽ പോകാം, സോ ദാറ്റ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ്. അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ തന്നെ ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സാർ. ഞാൻ ഒന്നും കൂടെ പറയാം. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് 6/3 ബ്ലോക്ക് കോഡാണ്. ഒരു എൻ ഉണ്ട്, കെ നമുക്കറിയാം. അത് ബേസ് ചെയ്ത് നമ്മൾ ജനറേറ്റർ മെട്രിക്സ് കെ ബൈ എൻ ആണെന്നറിയാം. അതിന് നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആൻഡ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പം കെ ബൈ കെ ആണ്, 3/3 ആണ്. സോ കെ ബൈ ക്യൂ ആണ്. ഈ രണ്ട് വാല്യൂ സെയിം ആയതുകൊണ്ട് നമുക്ക് 3/3 എന്ന് പറഞ്ഞ് കിട്ടി. സോ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് പാരിറ്റി ചെക്ക് മെട്രിക്സ് എഴുതാം. പാരിറ്റി ചെക്ക് മെട്രിക്സ് എഴുതി. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കോഡ് വെക്ടറാണ്. എക്സ് ഇസ് ഈക്വൽ എം പി, സി ഇസ് ഈക്വൽ എം പി, സി ഇസ് ഈക്വൽ എം പി എന്ന് എടുക്കാം. വേർ എം ഇസ് ദ മെസ്സേജ് ആൻഡ് പി ഇസ് ദ പാരിറ്റി. ഇത് നമുക്കറിയാം. എം എന്ന് പറയുന്നത് നമുക്ക് 1/k എന്ന് പറയുന്ന രീതിയിൽ അറിയാം. സോ സിൻസ് വി ഹാവ് 3 ബിറ്റ്സ്, 3 ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻ ആയത് കാരണം ഇത്ര 8 ബിറ്റ്സ് കോമ്പിനേഷൻ വരുന്നത് കാരണം ഇത്രയും വരും. സോ ജനറലൈസ് ചെയ്ത് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. വി ഓൾറെഡി നോ ദാറ്റ് ദ സി ഇസ് ക്യൂ ആണ് ടോട്ടൽ സൈസ് വരുന്നത്. സോ ദ മെട്രിക്സ് ഇസ് C1, C2, C3 സിൻസ് ദ ക്യൂ ഇസ് 3. സോ നമുക്ക് ഓരോന്ന് C1, C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിൻസ് ദ വേരിയിങ് എലമെന്റ് ഇസ് M1, M2, M3. അത് നമ്മൾ പാരിറ്റി മെട്രിക്സ് പി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഓരോ റിലേഷൻസും നമ്മൾ നോക്കി എഴുതി. ആൻഡ് സിൻസ് 1% ആണെങ്കിൽ മാത്രമേ നമുക്ക് വാല്യൂ വരത്തുള്ളൂ. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ എഴുതി. സോ വി ഹാവ് റിട്ടൺ മെസ്സേജ് ബിറ്റ്സ് ഓഫ് സൈസ് M1, M2, M3 ആൻഡ് സിമിലർലി വി ഹാവ് റിട്ടൺ പാരിറ്റി ചെക്ക് ബിറ്റ്സ് വിച്ച് ഈച്ച് ഫോർമുല നമ്മൾ എഴുതിയെടുത്തു. എന്നിട്ട് ഓരോ കോളവും നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു എക്സോർ അഡീഷൻ ചെയ്ത് നമുക്ക് ബോത്ത് C1, C2 ആൻഡ് C3 നമുക്ക് കിട്ടി. അതിനെ നമ്മൾ ഒരുമിച്ച് കോഡ് വെക്ടർ എന്ന് പറഞ്ഞ മേളിലൊരു ടൈറ്റിൽ എഴുതിയതിന് ശേഷം നമുക്ക് ഫുൾ എഴുതുന്നതാണ് നമ്മൾ കോഡ് വെക്ടർ. ഇതാണ് നമ്മുടെ എക്സ്, അല്ലെങ്കിൽ കോഡ് വെക്ടർ എന്ന് പറയാം. ഐ ഹോപ്പ് ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, സിൻസ് വി ആർ റൈറ്റിംഗ് ദിസ് കോഡ് വേർഡ്, നമ്മൾ ഒരു പോർഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ പോർഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു എൻകോഡർ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എൻകോഡർ ഡയഗ്രം ആണെങ്കിൽ ഞാൻ ഈ ഒരു ചെറിയൊരു പോർഷൻ മായ്ച്ചിട്ട് ഞാനത് വരയ്ക്കാം. സോ ദ മെയിൻ എയിം ഇസ് ടു ഫീഡ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ടു ദ ചാനൽ. സോ ആ ചാനലിൽ നമ്മൾ ഇൻഫർമേഷൻ ഫീഡ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ഇത് കിട്ടും. അപ്പോൾ നമുക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് മെസ്സേജ് M1, M2, M3 ആണ്. സോ അത് ഞാൻ ആദ്യം എഴുതാം. M1, M2, M3 ആണ് നമുക്ക് വേണ്ടത്. M1, M2, M3 ഇതാണ് നമ്മുടെ ഇൻപുട്ടായിട്ട് വരുന്നത്. ഇത് നമുക്ക് ഔട്ട്പുട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ചാനലിൽ ഈ കോഡ് വെക്ടേഴ്സ് ആണ് അയച്ചു വിടുന്നത്. സോ ഇഫ് കോഡ് വെക്ടേഴ്സ് എക്സ് എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് പോകേണ്ടത്. സോ അത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാഷൻ നമ്മൾ എങ്ങനെയാണെന്ന് എഴുതാം. സോ വി നീഡ് ടു ഹാവ് M1, M2, M3, C1, C2, C3 എന്ന് പറഞ്ഞ രീതിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു സ്വിച്ച് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഒരു സ്വൈപ്പ് ചെയ്തെടുക്കും. അതാണ് നമ്മൾ അൾട്ടിമേറ്റ്. സോ ഇവിടെ നിന്ന് വരുന്ന നമ്മുടെ ഡേറ്റ ഇൻപുട്ടാണ്. ഡേറ്റ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ M എന്ന് പറയുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് ജനറലി ഇത് ഇങ്ങനെ കൊടുക്കുന്നു, M എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ഡേറ്റ ഇൻപുട്ടിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ C1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം എന്താണ്, M2, M3യും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. അതായത് M2ഉം M3യും കൂടെ കണക്ട് ചെയ്ത് എക്സോർ ചെയ്യുന്നതാണ് C1. അതേപോലെ C2 എന്ന് പറയുന്നത് M1ഉം M3 ആണ്. അതായത് ഇവിടെ M1ഉം M3യും കൂടെ എക്സോർ ചെയ്ത് വരുന്നതാണ് C2. അതേപോലെ M1ഉം M2ഉം ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ M1ഉം M2 എടുക്കുകയാണ്.
ഇത് രണ്ടും കൂടെ ചെയ്യുന്നതാണ് C3. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ M1 M2 ഇവിടെ കണക്ഷൻ വേണ്ടിയിട്ട് ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഡേറ്റ ഇൻപുട്ട് എന്ന് പറയുന്നത് M1 M2 M3 ആണ്. അതിന് നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട്, ഇതെന്ന് പറഞ്ഞാൽ ചാനൽ ഔട്ട്പുട്ടാണ്. ആ ചാനൽ ഔട്ട്പുട്ടിൽ നമ്മൾ ഓരോ വാല്യൂസും ഇങ്ങനെ കൊടുത്തതാണ്. ഇതാണ് നമ്മുടെ എൻകോഡർ ഡയഗ്രാം.